കാഴ്ച ഉണ്ടായിട്ടും അന്ധരായി പോയവരാണ് നമ്മളിൽ പലരും. സ്വന്തമായ അടയാളപ്പെടുത്തലുകൾ എല്ലാവരിലുമുണ്ട്. തൻ്റെ വ്യക്തിത്വത്തെ വാടകയ്ക്കെടുത്ത വസ്തുക്കൾ കൊണ്ടോ വിചാരങ്ങൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ നശിപ്പിക്കരുത്. കാരണം സ്വന്തമായ കാഴ്ചപ്പാടുകളും ചിന്തകളും ഇല്ലാതാകുമ്പോൾ നശിച്ചു പോകുന്നത് നമ്മുടെ സ്വന്തം വ്യക്തിത്വം തന്നെയാണ്. താരതമ്യങ്ങൾക്കും സാദൃശ്യങ്ങൾക്കും അപ്പുറമാണ് ഓരോ മനുഷ്യ ജീവിതവും. കാഴ്ച വിഭിന്നമാകാൻ കണ്ണട ധരിച്ചാൽ മാത്രം പോരാ, കാഴ്ചപ്പാടുകൾ മാറണം. അപരന് യോജിച്ചതെല്ലാം എനിക്കും ഇണങ്ങുമെന്ന ചിന്ത ഒട്ടേറെ ജീവിതത്തിൽ അർത്ഥശൂന്യമാക്കിയിട്ടുണ്ട്. രാവിലെ വരാന്തയിൽ നിന്ന് പത്രം വായിക്കുന്ന ഒരാൾ, അയാൾ പത്രം ഇടയ്ക്കിടയ്ക്ക് ദൂരേക്ക് പിടിക്കുന്നു, അടുത്ത് പിടിക്കുന്നു, അക്ഷരങ്ങൾ കാണാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ കണ്ണട ശരിയാക്കി വെക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് പോയൊരു വഴിപോക്കൻ അയാൾ പറഞ്ഞു, ആ കണ്ണട അങ്ങ് മാറ്റിയിട്ടുണ്ടാവും, അതൊന്ന് മാറ്റി വേറൊന്ന് വാങ്ങിച്ചൂടെ? ഇത് കേട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പത്രം വായിക്കാൻ കണ്ണടയൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ എനിക്കിത് വായിക്കാൻ പറ്റും. അതിശയത്തോടു കൂടി ആ വഴിപോക്കൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ പത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുകയും കണ്ണട മാറ്റി കഴിയും സർക്കസ് കാണിക്കുന്ന എന്തിനെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് ഈ കണ്ണട. എങ്ങനെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാണ് ഞാൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രശ്നം. മറ്റുള്ളവരെ പോലെ ആകണമെന്ന വാശി. കാഴ്ച നശിക്കുന്നത് കണ്ണിൻ്റെ മാത്രം കുറവ് കൊണ്ടല്ല. കാഴ്ചശക്തിയുള്ള പലതും കാണാതെ പോകുന്നുണ്ട്. കാഴ്ചയില്ലാത്ത പലരും പലതും കാണുന്നുമുണ്ട്. കാഴ്ചയുണ്ടായിട്ടും അന്ധരായി പോയവർ കണ്ണട ധരിച്ചിട്ട് എന്ത് കാര്യം? കണ്ണിൻ്റെ തിമിരമല്ല, മനസ്സിൻ്റെ മുൻവിധികളിലാണ് പല കാഴ്ചകളും നിഷിദ്ധമാകുന്നത്. കാഴ്ചയില്ലാത്തതല്ല, കാഴ്ചപ്പാടില്ലാത്തതാണ്, ദർശനമില്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നം. മുന്നോട്ടുള്ള യാത്രയെ സുഗമമാക്കാൻ പിന്നോട്ടുള്ള നോട്ടവും അത്യാവശ്യമാണല്ലോ. ഡ്രൈവർ സീറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ കണ്ണാടിലൂടെ പുറകിലേക്ക് നോക്കാറില്ലേ? എന്തിനാണത്? അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യജീവിതവും. തന്നിലേക്ക് ഇടയ്ക്ക് നോക്കുന്നത് മുന്നോട്ടുള്ള യാത്രയെ കൂടുതൽ ആസ്വാദികരമാക്കും. നല്ല കർമ്മബോധമുള്ള നേതൃത്വത്തെ ആഗ്രഹിക്കുന്നൊരു കാലമാണിത്. മനുഷ്യ മനസ്സുകളിൽ വലിയ മാറ്റത്തിൻ്റെ മണിമുഴക്കങ്ങൾ കേൾപ്പിക്കാൻ നിങ്ങളിലെ ഉള്ളിലെ മനസ്സിനെ ഉറങ്ങാൻ അനുവദിക്കരുത്.